ഇത്രയും വർഷക്കാലം ഒരു നിർമ്മാതാവായി നിന്ന ഒരാളെന്നതിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച എല്ലാവരുമായിട്ട് ഇടപെട്ട ഒരാളെന്നതിൽ അമ്മ സംഘടനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് അതിനകത്ത് കൂടുതൽ കമൻറ്റ് ചെയ്യാനൊന്നുമില്ല അമ്മ സംഘടനയെക്കുറിച്ച്. കാര്യം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല അമ്മ അസോസിയേഷനിൽ. പിന്നെ അവർ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു അസോസിയേഷൻ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഇപ്പം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ അറ്റ്ലീസ്റ്റ് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും അതൊന്നും ഇല്ല. ഇവിടെ അവർക്ക് പെൻഷൻസ് ഉണ്ട്, അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ വലിയ എമൗണ്ട് ആണ്. പിന്നെ ഈ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് അമ്മയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഒരു ദിവസത്തെ ഭക്ഷണം മേടിക്കാൻ കാശില്ലാത്ത പ്രൊഡ്യൂസേഴ്സ് വരെ ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടിലായ മരുന്ന് മേടിക്കാൻ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം പിന്നെ അവരെ കുടുംബസംഗമം നടത്തുന്നു, എല്ലാരെയും ഒത്തുചേർന്ന്, അതൊക്കെ നോക്കുമ്പോൾ അത് പോസിറ്റീവ് അല്ലേ? നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഒരു സംഗമം എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡിക്കകത്ത് കുറച്ച് രാജാക്കന്മാര് വരുന്നു, ഇരിക്കുന്നു, അവർക്ക് പറയാനുള്ളത് വായിച്ചു കേൾപ്പിക്കുന്നു, ഓക്കെ കഥം, ഇനി ഭക്ഷണം കഴിക്കുക, വീട്ടിൽ നമ്മുടെ അഭിപ്രായത്തിന് ഒന്നുമില്ല.